ഇതാണ് നിത്യവഴുതന. നമ്മൾ കുറച്ച് പേരുടെയൊക്കെ വീടുകളിൽ ഇത് വളർത്തി നമ്മൾ വീട്ടിൽ പച്ചക്കറി ആവശ്യത്തിനായിട്ടൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അധികം പച്ചക്കറി കടകളിലൊന്നും കാണാത്ത ഒരു സാധനമായതുകൊണ്ട് തന്നെ പലർക്കും ഇതിനെ അറിയുകയുമില്ല. നിത്യവഴുതന ഉപയോഗിച്ചിട്ടുള്ള ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മൂത്ത അരിയുള്ളയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ അരി വരുന്ന ഭാഗം ഒന്ന് മാറ്റിയിട്ട് ബാക്കി ഭാഗം നമുക്ക് ആ ഗ്രീൻ കളറിൽ വരുന്ന ഭാഗം കഷ്ണിച്ച് ചേർക്കാം. ഇനി ഇതുപോലെ കിളുന്നായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ കഷ്ണിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ എല്ലാം കഷ്ണിച്ച് മൂത്ത കുരുവൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് കീറിയെടുക്കുക. ഞാനിവിടെ 4ആയിട്ടാണ് കീറിയെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് 2ആയിട്ട് കീറിയെടുത്താൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നമുക്കിതല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഇടത്തര സവാളയാണ് കഷ്ണിച്ച് ചേർത്തിട്ടുള്ളത്. നിത്യവഴുതന വേവിക്കാൻ നേരത്ത് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഒരല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വഴണ്ട് വരാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ആ കഷ്ണങ്ങൾ വേവിക്കുന്ന കൂട്ടത്തിൽ അതിനൊപ്പം ഇട്ടാണെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിത് ഉള്ളിയുടെ ഒപ്പം വഴറ്റിയെടുക്കുന്നത്. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നിത്യവഴുതന കൂടി നമുക്കിതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്നുള്ളവർക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഈ നിത്യവഴുതന നമ്മൾ വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ നമുക്കിതുപോലെ മെഴുക്കുവരട്ടി വെക്കാനുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു നിത്യവഴുതന മെഴുക്കുവരട്ടി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം.